ഇനി കളയും. ഇനി വേറെ വഴിയില്ല എന്ന് ആലോചിക്കുമ്പോ പിന്നെ ആയിരിക്കും കളയാൻ. എന്നാലും കളയാനൊരു മനസ്സ് വരില്ല അല്ലേ? വരില്ല. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ കളയാന്നുള്ളത് യെസ്, എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ പായസം മാത്രം ഉണ്ടല്ലേ? അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, എന്തായാലും പായസം കുടിക്കാനായിട്ട് പറ്റുന്ന ആരെങ്കിലും ഒക്കെ വീട്ടിൽ പെട്ടെന്ന് വരട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് കുടിപ്പിക്കാലോ അല്ലേ? ഓക്കെ, മക്കളെല്ലാം ഓണം കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നെ ആരുമില്ല, പഴയപടി രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പം ചെറുതായിട്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാ മതിയില്ലേ? ചെറുതായിട്ട് തന്നെ ഉണ്ടാക്കുള്ളൂ മോനെ. അപ്പോഴേക്കൊക്കെ ഉണ്ടാക്കുള്ളൂ. കൂടുതൽ ഫ്രിഡ്ജ് രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പം നല്ല ക്വാണ്ടിറ്റിയിൽ, വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാത്തോണ്ട് ബാലൻസ് വരില്ല അല്ലേ? അതെ അതെ. ഓക്കെ, എന്തായാലും നിർമ്മലാമ്മ ഇന്നത്തെ വിഷസ് ആർക്കൊക്കെയാണ് പറഞ്ഞോളൂ. വിഷസ് നമ്മുടെ വലിയ മോളുടെ ഭർത്താവിന്റെ അനിയനും അവന്റെ ഭാര്യയ്ക്കും ഇന്ന് വിവാഹ വാർഷികമാണ്. ഓക്കെ, അവര് സുജിത്ത്, ദീപ്തി, അവർക്ക് വിവാഹ വാർഷിക ആശംസകൾ എന്റെ മക്കളുടെ വകയും. സുജിത്തിനും ദീപ്തിക്കും വിവാഹ വാർഷിക ആശംസകൾ നമ്മൾ എല്ലാരും അറിയിക്കുകയാണ്. ഓക്കെ ഓക്കെ, എന്തായാലും നിർമ്മലാമ്മയ്ക്കും പറഞ്ഞോളൂ. എന്റെ മക്കൾക്ക് എല്ലാവർക്കും ആയിക്കോട്ടെ ഇന്നത്തെ വിഷസ്. വീട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ആയിക്കോട്ടെ. എന്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് നിർമ്മലാമ്മ. നിർമ്മലാമ്മയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെൽത്തി ഹാപ്പി ഡേ വിഷയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിരുന്നത് നിർമ്മലാമ്മയാണ്. നിർമ്മലാമ്മയുടെ വീട്ടിൽ ഇപ്പോഴും പായസം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഓണത്തിൻ്റെ ആ ഒരു പായസം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കളയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് അത് ഇപ്പോഴും ഇങ്ങനെ വച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് നിർമ്മലാമ്മ പറഞ്ഞിട്ടുള്ളത്. എനിവേ, നിർമ്മലാമ്മയ്ക്കും അതുപോലെ തന്നെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡേ വിഷയാണ്. ഇനി നമുക്ക് മറ്റൊരു കോളറിലേക്ക് പോവാം. ഹലോ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആരാണിത്? കണ്ണൻ ചേട്ടാ, കൊറേ നാളായാലോ നമ്മള് സംസാരിച്ചിട്ട്. അതെ, കുറച്ച് ദിവസമായി. എന്ത് പറ്റി? ഓണത്തിന് തിരക്കായിരുന്നില്ലേ, അതുകൊണ്ടാണല്ലേ? അല്ല, സുല്ലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. വിളിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഞാൻ കേൾക്കാത്തോണ്ടായിരിക്കും. അന്വേഷിക്കാൻ പറഞ്ഞല്ലേ? അയ്യോ, സന്തോഷം. അപ്പൊ കണ്ണൻ ചേട്ടാ, ഓണ തിരക്കെന്ന് പറയുമ്പോ നിങ്ങൾക്കാണ് തിരക്കല്ലേ? അതെ, ഒരാഴ്ച നല്ല തിരക്കായിരുന്നു. പണിയായിരുന്നു. തലേദിവസം വരെ നല്ല ടെൻഷനടിച്ച് പണിയുണ്ടായിരുന്നു. ഇപ്പോഴും തീർന്നിട്ടുണ്ടോ? ഇല്ല, ബാലൻസ് ഉണ്ട്. എനിക്ക് തോന്നി കൊടുക്കാൻ പറ്റാത്ത ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി, കാരണം എനിക്ക് ഇപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ. ഞാനപ്പോ ഇങ്ങനെ ഇനി കളയും. ഇനി